ഒരുപാട് നാളായിട്ട് നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു ദിവസം വന്നിരിക്കുകയാണ്. നമ്മുടെ ഷമീസ് കിച്ചൻ ഫാമിലിയിൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ്. വളരെ വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ്. ആ സന്തോഷം നമ്മൾ പങ്കുവയ്ക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത് കൃപാതീരത്താണ്. അപ്പോൾ ഞാനിവിടെ മുമ്പും വരുന്നതാണ്. ഇവിടുത്തെ എല്ലാവർക്കും ഫുഡും അതുപോലെ തന്നെ എല്ലാവർക്കും ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുക്കാമെന്നാണ് ഫസ്റ്റ് വിചാരിച്ചത്. അപ്പോൾ ഡ്രസ്സൊക്കെ ഓണത്തിന് ഒരുപാട് ഡ്രസ്സൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ അവർക്ക് അത്യാവശ്യം വേറെ കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ മോപ്പ്, ക്ലീനർ, പിന്നെ സ്നഗ്ഗി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ധാന്യങ്ങൾ, ഇതൊക്കെയാണ് അവർ ആവശ്യപ്പെട്ടത്. അതൊക്കെയാണ് ഇവിടെ അത്യാവശ്യം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഡ്രസ്സൊക്കെ മാറ്റി വെച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. അവരൊരു ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ആ ലിസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വാങ്ങാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാനും കൂടുതൽ വാങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ഉച്ചത്തെ ഫുഡ് നമ്മുടെ ഷമീസ് കിച്ചൻ ഫാമിലിയുടെ വകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ടാണ്, നമ്മളുടെ ഒരു പങ്കാണ് ഇന്നത്തെ ഉച്ചത്തെ ഫുഡും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. അതിനെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി പറയാണ്. നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു സന്തോഷ കാര്യം ചെയ്യുന്നത്. എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പോയി പറയാം. കുഴപ്പമില്ല, ഞാൻ മോക്ക് കുറെ കടങ്കഥ കിട്ടിയത്. ഈ അമ്മ എനിക്ക് ഒരുപാട് പാട്ടൊക്കെ പിന്നെ ഞാൻ പറഞ്ഞുതരാം. മദറിനെ കുറിച്ച് ഉണ്ടാക്കിയതാണ് കേട്ടാ. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഒരു തവണയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മുടെ സാന്നിധ്യം അവരെ എത്രമാത്രം സന്തോഷിപ്പിക്കുന്നുവെന്ന്. ഇവിടെ നിന്നും കിട്ടുന്ന ഈ ഒരു സ്നേഹവും സന്തോഷവും നമുക്ക് മറ്റൊരിടത്തു നിന്നും കിട്ടില്ല. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുണ്ടെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന സഹായം നിങ്ങൾ എത്തിക്കുക. നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ഫാമിലിയിൽ ഇത്രയും അംഗങ്ങളെ നേടിയെടുത്തിരിക്കുകയാണ്. 10 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇത് ഞാനായിട്ട് നേടിയതല്ല, നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് നേടി തന്നിട്ടുള്ളതാണ്. ഞാൻ ആഗ്രഹിച്ചതിൽ കൂടുതലായി നിങ്ങളാണ് ആഗ്രഹിച്ചത് എനിക്ക് തോന്നിയിട്ടുള്ളത്. കമൻസിൽ ഒരുപാട് പേര് കമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1 മില്യൺ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. 1 മില്യൺ ആകാൻ വേണ്ടിയിട്ട് ഓരോ യൂട്യൂബേഴ്സിൻ്റെയും വലിയ ഒരു സ്വപ്നമാണ് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് തികയുക എന്നുള്ളത്. എന്തൊക്കെ പറയണമെന്നെല്ലാം ഉണ്ട്, പക്ഷെ പറയാനായിട്ട് പ്രത്യേകിച്ച് വാക്കുകളൊന്നും കിട്ടുന്നില്ല. അങ്ങനെ മെയിൻ കാരണം വെച്ചിട്ടാണ് ഞാൻ അധിക കാര്യങ്ങളൊന്നും പറയാത്തത്. എനിക്കറിയില്ല എന്ത് പറയണമെന്ന്. ഈ ഒരു നിമിഷത്തിൽ എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു വിജയമാണിത്. ഞാൻ ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയിട്ടുള്ള ഏറ്റവും വലിയൊരു വിജയമാണ്. അത് എന്നെ അടുത്തറിയാവുന്ന ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്രയും സന്തോഷമായിട്ട് നിൽക്കുന്നുവെങ്കിൽ എനിക്ക് എന്നെ അടുത്തറിയാവുന്ന എല്ലാവർക്കും അതും ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല.
വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്, വലിയ സന്തോഷമുള്ള ഒരു കാര്യം. നിങ്ങൾ ഇതുവരെ എന്നെ എങ്ങനെ സപ്പോർട്ട് ചെയ്തോ, എന്നെ എങ്ങനെ സ്നേഹിച്ചോ, അതുപോലെ തന്നെ തുടർന്നും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതൊരു വെറും വാക്കായിട്ട് അങ്ങനെ പറഞ്ഞു പോകല്ല ഞാൻ. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത്രയും എനർജി ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്. നിങ്ങൾ ആ ഒരു ശൂന്യത അത്രയും സംഭവം ഞങ്ങളും അനുഭവിച്ചിട്ടുള്ളതാണ്, അതിലൂടെ കടന്ന് വന്നതാണ്. ആ ടൈമിൽ എൻ്റെ പഠിത്തം നഷ്ടപ്പെട്ട് ഡിസ്കണ്ടിന്യൂ ആയി. പിന്നെ ഇപ്പോഴാണ് തുടർന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ PG ആണ് ചെയ്യണത്. PGയിൽ MSW ആണ് എടുത്തിട്ടുള്ളത്. സോഷ്യൽ വർക്കാണ് കൂടുതൽ താല്പര്യം, അതിൻ്റെ പേരിലാണ് MSWയിലേക്ക് ചേർന്നത്. അതിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഫാമിലിയിലേക്കാണ് നമ്മളെല്ലാവരും കൂടി ഇപ്പോൾ ചേർന്നിട്ടുള്ളത്. എല്ലാവരെയും, ഓരോരുത്തരെയും, സഹോദരനും സഹോദരിയും, ചേച്ചി, ചേട്ടൻ, അനിയൻ, അങ്ങനെ ഒരുപാട് ബന്ധങ്ങളാണ് എനിക്കിതിലൂടെ കിട്ടിയിട്ടുള്ളത്. ഞാനിത് പറയുമ്പോൾ എനിക്കറിയില്ല എനിക്ക് എത്രമാത്രം സന്തോഷമാണ് എൻ്റെ മനസ്സിലുള്ളതെന്ന് അത് പറഞ്ഞിരിക്കാൻ എനിക്കറിയില്ല. കാരണം അങ്ങനെ ബന്ധങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അപ്പോൾ അത്രയും ബന്ധങ്ങൾ കിട്ടുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ അറിയില്ല. എനിക്ക് വലിയ ഫാമിലിയൊന്നുമില്ല, വളരെ ചെറിയ ഫാമിലിയാണ്. അതിലേക്കാണ് നമ്മളെല്ലാവരും കൂടി ജോയിൻ ചെയ്തിട്ടുള്ളത്. എത്രമാത്രം നന്ദി പറഞ്ഞാലും തീരില്ല നിങ്ങളോട് എല്ലാവരോടും 1 മില്യൺ ടൺ കണക്കിന് നന്ദി പറയുകയാണ് ഞാനിപ്പോൾ. ഞാൻ എന്ന് മുതലാണ് റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്, അന്ന് മുതൽ ഈ നിമിഷം വരെയും മുടങ്ങാതെ കമൻറ്റ്സ് തരുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ മെയിൽ വഴിയും ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ അവിടെയൊക്കെ മെസ്സേജും അവരുടെ ഫാമിലി കാര്യങ്ങളൊക്കെ പറയുന്ന ഒരുപാട് ഫ്രണ്ട്സിനെയും ഒരുപാട് സഹോദരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിലും വലിയ ഒരു സന്തോഷം എനിക്ക് വേറെ എന്താണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്ക് ഫ്രണ്ട്സ് കുറവാണ്, അതുപോലെ അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനെയും ഫാമിലിയൊക്കെ അങ്ങനെ അവരുടെ കൂടെയൊക്കെ ഇടപെടണമെന്ന ഒരുപാട് ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. ആ ഒരു ആഗ്രഹമാണ് എനിക്ക് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നേടാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ഫാമിലിയിലേക്ക് ഇതുവരെയും ജോയിൻ ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. നല്ലൊരു ഫ്രണ്ടിനെയോ അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു സിസ്റ്ററിനെയോ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. കൂടെ തന്നെ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല റെസിപ്പീസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെ നിരാശപ്പെടുത്താത്ത നല്ല ഫുഡ് റെസിപ്പീസൊക്കെ ഉറപ്പായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ജോയിൻ ചെയ്തേക്കണേ. തുടർന്നും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഞാൻ ഇതുപോലെ പ്രതീക്ഷിക്കുകയാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പി ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു വ്ളോഗൊക്കെ ആയിട്ട് നമുക്ക് വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.